പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 31 ഈ മാസത്തെ നമ്മുടെ അവസാനത്തെ നേരം വൈകുന്നേരമാണ്. നാളെ കേരള പിറവിയാണ്. അതിനുശേഷം 2 മാസം കൂടി കഴിഞ്ഞാൽ 2025 തന്നെ അവസാനിക്കും. എന്തായാലും 2025 ഒക്ടോബറിലെ അവസാനത്തെ നേരം വൈകുന്നേരമാണ്. ഇന്ന് പലർക്കും സാലറിയൊക്കെ നേരത്തെ കിട്ടുന്നവർക്കാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടെ സാലറി കിട്ടുന്നതിൻ്റെ സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ നാളെയും അടുത്ത ദിവസങ്ങളിലുമായിട്ടൊക്കെ സാലറി കിട്ടും. അപ്പോൾ ഓരോ ദിവസത്തിൻ്റെ അവസാനവും ആരംഭവും എന്ന് പറയുന്നത് അങ്ങനെ ചില കാത്തിരിപ്പുകളുടേത് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ മാസത്തെ അവസാനത്തെ നേരം വൈകുന്നേരം അങ്ങ് തുടങ്ങാം. മിന്നിച്ചേക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. PM ശ്രീയിൽ ധാരണയ്ക്ക് ശേഷം ഇന്നലെ വി ശിവൻകുട്ടി നടത്തിയ ചില പ്രസ്താവനകൾ അത് അദ്ദേഹത്തിന് നേരിട്ട ചില അപമാനിക്കപ്പെട്ടു എന്ന തോന്നലിൽ നിന്നുണ്ടായതാണ്. അത് വീണ്ടും പൊട്ടിത്തെറിയിലേക്കൊക്കെ നയിക്കുമോ എന്ന് തോന്നിയിരുന്നു. പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാർ സുഹൃത്തുക്കളായിരിക്കുന്ന കാഴ്ചയാണ് PM ശ്രീയിൽ നമ്മൾ ഇന്ന് കണ്ടത്. അതിനോടൊപ്പം തന്നെ ഈ ഫണ്ട് മുടങ്ങാതിരിക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ തുടർന്നുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ട്. അതിനോടൊപ്പം തന്നെ ഈ വാക്പോര് നിർത്തിക്കൊണ്ട് ധാരണാപത്രം മരവിപ്പിച്ചെങ്കിലും ഫണ്ട് വാങ്ങിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതിനൊപ്പം തന്നെ ചില അച്ചടക്ക നടപടികൾ കൂടി ഉണ്ടാകുന്നുണ്ട്. അത് നിർദ്ദേശങ്ങൾക്കപ്പുറത്തേക്ക് പോയ പ്രതിഷേധ സമരങ്ങളിലാണ് CPI യുവജന സംഘടനയ്ക്കെതിരെ അതിലെ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒരു നീക്കവും തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് എന്താണ് PM ശ്രീയിൽ ഇന്നത്തെ ഡെവലപ്മെന്റ്സ് എന്നത് വിശദമായി തന്നെ നോക്കാം. അപ്പോൾ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ വീണ്ടും സുഹൃത്തുക്കളായതെന്ന് നോക്കിയാൽ ഇന്നലെ GR അനിൽ ഈ CPIയുടെ ആസ്ഥാനത്തേക്ക് ചർച്ചകൾക്കായി വി ശിവൻകുട്ടി എത്തിയപ്പോൾ അദ്ദേഹം നടത്തിയ പരാമർശം തന്നെ വേദനിപ്പിച്ചു എന്നതാണ് വി ശിവൻകുട്ടി ഇന്നലെ പറഞ്ഞത്. അത് ആരെങ്കിലും വന്നാൽ തടയാൻ പറ്റുമോ എന്നതായിരുന്നു GR അനിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത്. അതിനോട് ഏതോ ഒരുത്തൻ വരുന്നു, അങ്ങനെ തടയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു, തന്നെ അപമാനിച്ചു എന്നതായിരുന്നു ഇന്നലെ വി ശിവൻകുട്ടി പറഞ്ഞ വികാരം. എങ്കിൽ ഇന്ന് ആ പ്രശ്ന പരിഹാരത്തിനായി മന്ത്രി GR അനിൽ നേരിട്ട് തന്നെ വി ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്നു. അദ്ദേഹത്തെ നേരിട്ട് കാണുന്നു. അതിനുശേഷം വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നു, പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരിക്കുകയാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഒരു പ്രശ്നങ്ങളുമില്ല, ഇനി മന്ത്രിസഭാ ഉപസമിതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക എന്നതാണ് വി ശിവൻകുട്ടി പറഞ്ഞത്. അപ്പോൾ ചില അസ്വാരസ്യങ്ങൾ ഒരു പക്ഷേ അത് കൂടുതൽ കടുപ്പിക്കുമോ എന്ന് തോന്നിയെടുത്തു നിന്ന് പൂർണ്ണമായും പരിഹരിക്കുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചില നീരസങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം മിതത്വം പാലിച്ചു. വാർത്താസമ്മേളനത്തിൽ അതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല. വി ശിവൻകുട്ടിയായിരുന്നു പിന്നീട് ഏറ്റവും അഫക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി. ഈ മന്ത്രിസഭയിലെ തന്നെ മികച്ച വകുപ്പ് എന്ന നിലയിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി. പക്ഷേ PM ശ്രീയിൽ എല്ലാം തകർന്നടിയുന്നതാണ് നമ്മൾ കണ്ടത്. കാവ്യവൽക്കരണം എന്നതിനെ കൂട്ടുപിടിക്കുന്നു. അതിനെ ന്യായീകരിക്കാൻ വരെ ഒരു ഘട്ടത്തിൽ വാർത്താസമ്മേളനത്തിൽ വി ശിവൻകുട്ടി തയ്യാറാകുന്നു. ഇതൊക്കെ വകുപ്പിന്റെ പ്രതിച്ഛായ നശിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ചില GR അനിൽ ഉൾപ്പെടെയുള്ളവർ നടത്തിയ പ്രതികരണങ്ങൾ തന്നെ വ്യക്തിപരമായി കൂടി ബാധിക്കുന്നതാണ് എന്നൊരു തോന്നൽ വി ശിവൻകുട്ടിയിൽ ഉണ്ടാക്കിയിരുന്നു. അതാണ് ഇന്നലെ അദ്ദേഹം പരസ്യമായി ഒരു ധാരണ എത്തിയെങ്കിലും പരസ്യ പ്രസ്താവനകൾ വേണ്ട എന്നുള്ള ധാരണ ഉണ്ടായിരുന്നുവെങ്കിലും അത് മറികടന്നുകൊണ്ട് ഒരു രോഷപ്രകടനം നടത്തുന്നതിലേക്ക് നയിച്ചത്. എന്തായാലും തുടർന്ന് CPIയിലെയോ CPMയിലെയോ നേതാക്കൾ ആരും തന്നെ അത്തരത്തിൽ പ്രതികരണങ്ങൾ ഒന്നും നടത്തിയില്ല. ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള ധാരണ തുടർന്നു പോവുകയാണ്. ഇന്ന് വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേൾക്കാം. അന്ന് ഒലിച്ചു പോകുന്നതല്ല നമ്മളുണ്ടാക്കിയിട്ടുള്ള സമരപാരമ്പര്യം. ഏതായാലും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. GR അനിൽ ഒരു പറ്റിപ്പോയത് അബദ്ധമെന്ന് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഇല്ല, അങ്ങനെ ഞങ്ങളൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളല്ലേ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിഷമം ഉണ്ടാകും അങ്ങോട്ട് നമ്മൾ പറയില്ലേ. ചട്ടിയും കലമാകുമ്പോൾ തട്ടിമുട്ടിയിലും കിടക്കും. അതിന് വേറെ കാര്യമൊന്നും. അപ്പോൾ ഇതിൽ മറ്റൊരു അഫക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി MA ബേബി ആയിരുന്നു. MA ബേബി ഇന്ന് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ സഹോദരന്മാരെ പോലെയാണ്, പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നതാണ് MA ബേബിയും പറയുന്നത്. ഇത് വളരെ പക്വമായിട്ടാണ് ഈ വിഷയം LDF കൈകാര്യം ചെയ്തതെന്നും MA ബേബി സൂചിപ്പിക്കുന്നു. കാരണം നമുക്കറിയാം, വലിയ വിവാദം മുന്നണിയെ ഒരു പിളർപ്പിലേക്ക് നയിക്കുമോ എന്ന് തോന്നിച്ച വിവാദമാണ്. CPMൽ പോലും വിശദമായി ചർച്ച നടന്നില്ല, LDFൽ ചർച്ച നടന്നില്ല, CPIയെ അറിയിച്ചില്ല. CPI എതിർപ്പുന്നയിക്കുന്നതിന് മുൻപ് തന്നെ ധാരണാപത്രത്തിൽ ഒപ്പിടാനുള്ള നടപടികൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോലും MA ബേബി ഇപ്പോൾ പറയുന്നു ഇത് വളരെ
പക്വതയോടുകൂടിയാണ് മുന്നണി ഈ വിഷയം കൈകാര്യം ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. സഹോദരന്മാരെ പോലെയാണ് തങ്ങളെന്ന് പറയുന്നു. പിന്നീട് MA ബേബിക്കെതിരായ പരാമർശം, പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ളവരിൽ നിന്നുണ്ടായിട്ടുള്ള പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പറഞ്ഞത്, പ്രത്യേക സാഹചര്യത്തിൽ ചിലത് വായിൽ നിന്ന് വീണിട്ടുണ്ടാകാം, അതിന് ആ അർത്ഥമേ നൽകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് MA ബേബിയും ആ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ പ്രശ്നം നേതാക്കൾക്കിടയിൽ നിന്നിട്ടുള്ള അസ്വാരസ്യങ്ങൾ, PM ശ്രീയുമായി ഉണ്ടായിട്ടുള്ള വാക്പോര്, അതിന് പൂർണ്ണമായും ഒരു വിരാമം ഇടുകയാണ് CPM-ഉം CPI-യും ചെയ്തിരിക്കുന്നത്. പിന്നീട് PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്താണ് എന്ന് നോക്കിയാൽ അത് ഈ പദ്ധതി മരവിപ്പിക്കുകയാണ് എന്നുള്ള കത്ത് ഉടൻ തന്നെ സംസ്ഥാനം കേന്ദ്രത്തിന് നൽകും. അത് തയ്യാറായിരിക്കുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ കൂടി ഒരു അനുമതിയോടുകൂടിയായിരിക്കും കത്ത് കേന്ദ്രത്തിന് നൽകുക. പക്ഷേ കത്ത് കേന്ദ്രത്തിന് നൽകിയിട്ടില്ല എങ്കിൽ പോലും പദ്ധതി മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച ഈ പദ്ധതിയിൽ ഒപ്പിട്ടതിന്റെ ഭാഗമായി SSIയുടെ 319 കോടി നൽകാമെന്ന്, ആദ്യ ഗഡുവായി നൽകാമെന്ന് കേന്ദ്രം ഏറ്റിരുന്നതാണ്. അത് ബുധനാഴ്ച ലഭിക്കുമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ആ ഫണ്ട് ഇതുവരെ കേരളത്തിന് ലഭിച്ചിട്ടില്ല. അത് ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം ഔദ്യോഗികമായി കത്ത് ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും കേരളം പിന്മാറുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ഫണ്ട് പിടിച്ചു വച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അതെങ്ങനെയും വാങ്ങിയെടുക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കത്ത് നൽകുക എന്നതാണ്. ഈ കത്ത് നൽകി ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്നതല്ല, ഇത് മരവിപ്പിക്കുന്നു എന്നത് കേന്ദ്രത്തെ അറിയിക്കും. അപ്പോൾ പോലും ഞങ്ങൾക്ക് അനുകൂലമായി ലഭിക്കേണ്ട, ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഫണ്ട് വേണം എന്ന കാര്യത്തിൽ കേരളം അതിനുവേണ്ടി വാദിക്കും എന്ന സൂചനകൾ വരുന്നു. ഇത് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയെ കണ്ട് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിട്ടുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ധീരജ് സാഹു IAS-ഉമായാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹം ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. യുണിസെഫ് നടത്തിയ യോഗത്തിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിയുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തി തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ തടഞ്ഞു വെച്ചിരിക്കുന്ന SSK ഫണ്ട് നൽകാമെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായ ഫണ്ട് നൽകണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫണ്ട് അനുവദിക്കണമെങ്കിൽ വീണ്ടും പ്രപ്പോസൽ സമർപ്പിക്കണം എന്ന ഒരു നിർദ്ദേശം അദ്ദേഹം നൽകിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. എന്തായാലും ആ ഫണ്ട് വാങ്ങിയെടുക്കാനുള്ള പ്രവർത്തനം കേരളം ഊർജിതമാക്കിയിട്ടുണ്ട്. ആ ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതിയിൽ ഒപ്പിടാൻ പോലും കേരളം തയ്യാറായത് എന്ന സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ ഫണ്ട് മേടിച്ചെടുക്കാനുള്ള നീക്കങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിൽ കേന്ദ്രത്തിന്റെ തീരുമാനം തന്നെയാകും നിർണായകമാവുക എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പദ്ധതി മരവിപ്പിക്കാനുള്ള സംസ്ഥാനത്തിന്റെ തീരുമാനം അറിഞ്ഞിട്ടില്ല എന്നതാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പറയുന്നത്. ധർമ്മേന്ദ്ര പ്രധാനും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളോട് നടത്തുന്നത്. ഇത്തരമൊരു നീക്കം ഉണ്ടോ ഇല്ലയോ എന്നത് തങ്ങൾക്കറിയില്ല എന്ന് പറയുന്നു. അങ്ങനെ പിന്മാറുമെന്ന് കരുതുന്നില്ല എന്നതാണ് കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടുള്ളവർ പറയുന്നത്, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ പറയുന്നത്. കാരണം അത് സാധ്യമാകുന്ന കാര്യമല്ല. കേരളത്തിന് ഒറ്റയ്ക്ക് പിന്മാറുക എന്നത് സാധ്യമല്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇനി കേന്ദ്രത്തിന്റെ കോർട്ടിലാണ്. കേന്ദ്രം എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും നിർണായകമാകുക. 319 കോടി ബുധനാഴ്ച നൽകാമെന്ന് പറഞ്ഞ പണം ഇതുവരെ കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ അത് കൃത്യമായും ഒരു സൂചന തന്നെയാണ്. കേന്ദ്രം ഇനി എങ്ങോട്ട് നീങ്ങുന്നു എന്നതിന്റെ സൂചകം തന്നെയാണ്. നമുക്കറിയാം, പല പദ്ധതികളുമായി ബന്ധപ്പെട്ടും കേന്ദ്രം സമ്മർദ്ദം ചെലുത്തുന്നത് ഫണ്ടുകൾ തടഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ്. ഈ PM ശ്രീ പദ്ധതിയിലും അതിന്റെ ഭാഗമല്ലാത്ത SSA ഫണ്ട് തടഞ്ഞു വെച്ചുകൊണ്ടായിരുന്നു കേന്ദ്രം സമ്മർദ്ദം നടത്തിയിരുന്നത്. ഇതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറിയിരിക്കുന്ന ഘട്ടത്തിൽ ഇനി ഫണ്ട് അനുവദിക്കുക എന്നത് കേന്ദ്രം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. മാത്രവുമല്ല, കേരളത്തിന് വേണ്ടി മാത്രം ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് നൽകിയാൽ മറ്റ് സംസ്ഥാനങ്ങളും ആ പാത സ്വീകരിക്കും എന്നതാണ് കേന്ദ്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് മാത്രമായി ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് നൽകാനുള്ള സാധ്യത ചുരുക്കമാണ് എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ പഞ്ചാബ് ഇതുമായി ബന്ധപ്പെട്ട് ഫണ്ട് തരാത്ത സാഹചര്യത്തിൽ ആദ്യം ഒരു ഘട്ടത്തിൽ പിന്മാറിയതിനു ശേഷം വീണ്ടും PM ശ്രീയിൽ ഉൾപ്പെടുകയാണ് ചെയ്തത്. കാരണം ഫണ്ട് യാതൊരു തരത്തിലും ലഭിക്കുന്നില്ല എന്നൊരു സാഹചര്യത്തിലാണ് പഞ്ചാബിന് വീണ്ടും പദ്ധതിയുടെ ഭാഗമാകേണ്ടി വന്നത്. അപ്പോൾ കേരളത്തിന്റെ മുന്നിലും അത്തരം സാഹചര്യങ്ങളും സാധ്യതകളും തന്നെയാകും ഉണ്ടാവുക എന്നതാണ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നിന്ന്, സോഴ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കേന്ദ്രത്തിന്റെ തീരുമാനമാകും ഈ കാര്യത്തിൽ നിർണായകമാവുക. കേരളത്തിന് മാത്രമായി ഈ പദ്ധതിയിൽ നിന്ന് മുന്നോട്ട്
പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് കേന്ദ്രത്തിന്റെ നിലപാട്. അതേസമയം ധാരണാപത്രം ഒപ്പിട്ടേ ഉള്ളൂ, പദ്ധതി നടത്തിപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് കേരളത്തിന് വാദിക്കാനുള്ള സാഹചര്യവും സാധ്യതയും ഉണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട്. എന്തായാലും ഇതിന്റെ നിയമവശങ്ങളൊക്കെ മനസ്സിലാക്കിയായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇനി മുന്നോട്ട് കൊണ്ടുപോവുക. എന്തായാലും ഫണ്ട് മേടിച്ചെടുക്കുക, അതിന് കാലതാമസം ഉണ്ടാകാതെ തന്നെ ഫണ്ട് ലഭിക്കണം എന്ന അർത്ഥത്തിൽ തന്നെയാണ് കേരളം നടപടികൾ ഊർജിതപ്പെടുത്തുന്നത്. നമ്മൾ നാളെ കേരളപ്പിറവി ദിനമാണ്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ മറ്റൊരു സുപ്രധാന നാഴികക്കല്ല് കൂടി ആകും എന്ന് കരുതുകയാണ്. അതിദാരിദ്ര്യമുക്ത കേരളം എന്ന ഒരു പേര് കേരളത്തിന് നാളെ സ്വന്തമാകും. അതിൻ്റെ പ്രഖ്യാപനം നാളെ തിരുവനന്തപുരത്ത് നടക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രിയാണ് ആ പ്രഖ്യാപനം നടത്താൻ പോകുന്നത്. ഈ സർക്കാർ അധികാരമേറ്റ 2021 ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു തീരുമാനപ്രകാരം നടന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായി ആ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് കേരളം എത്തുന്നത്. 64,006 അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകിയ പദ്ധതിയുടെ വിജയപ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ നാളെ നടക്കാൻ പോകുന്നത്. ഇതൊരു മഹത്തായ നേട്ടം എന്നതാണ് മന്ത്രി MP രാജേഷ് പറയുന്നത്. വൈകിട്ട് 5 മണിക്ക് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രഖ്യാപനം നടത്തുക. സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കും. ഇത് ഒരു വലിയ ചടങ്ങാക്കി തന്നെ സർക്കാർ മാറ്റുകയാണ്. വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ്. കാരണം ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആണ് ഈ രീതിയിൽ അതിദാരിദ്ര്യമുക്തമാകുന്ന ആദ്യ സംസ്ഥാനമാണ്. മാത്രവുമല്ല ലോകത്തെ 2ാമത്തെ പ്രദേശമാണ്. ചൈന മാത്രമാണ് അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ചടങ്ങായിട്ടാണ് ഇത് നടത്തുന്നത്. എല്ലാ മന്ത്രിമാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ ചടങ്ങ് തന്നെ സർക്കാർ ഒരുക്കുന്നു. അവിടെ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചെത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ചലച്ചിത്ര താരമായ കമൽ ഹാസൻ MP എത്തും. ഇവർ മുഖ്യാതിഥിയായിരിക്കും ഈ ചടങ്ങിന്. അപ്പോൾ അങ്ങനെ വളരെ വിപുലമായ ഒരു ചടങ്ങിലാണ് നാളെ ഈ പ്രഖ്യാപനം നടക്കാൻ പോകുന്നത്. പരിപാടിക്ക് ശേഷവും മുൻപും ഒക്കെ വലിയ കലാവിരുന്നുകളുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ നിർണായകമായ ഒരു പ്രഖ്യാപനമാണ്. ലോകത്ത് തന്നെ ചൈനയ്ക്ക് ശേഷം 2ാമത്തെ ഒരു പ്രദേശം എന്ന് പറയുമ്പോൾ അതിന് അന്തർദേശീയ തലത്തിൽ തന്നെ വലിയ പ്രാധാന്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് ദാരിദ്ര്യം തന്നെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് അടിയന്തരമായിട്ടുള്ള ആവശ്യമാണ്. അതിദാരിദ്ര്യ മുക്തമാകേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നമ്മുടെ നാട് അതിലേക്ക് പോകുമ്പോൾ അത് ഓരോ മലയാളികളെയും സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന കാര്യവുമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഈ ഉദ്ഘാടനത്തോടടുക്കുമ്പം ഉയർന്നിരിക്കുകയാണ്. അത് ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇങ്ങനെ അതിദാരിദ്ര്യമുക്തമായി എന്നൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഈ 64,006 പേർ മാത്രമാണോ അതിദരിദ്രർ? ഈ കണക്ക് എവിടെ നിന്നാണ്? എങ്ങനെയാണ് ഈ പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നത്? എന്താണ് അതിൻ്റെ അടിസ്ഥാനം? അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രത്യക്ഷമായി തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്നു. ഇത് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം എന്നതാണ് VD സതീശൻ പറയുന്നത്. ഈ അതിദാരിദ്ര്യ മുക്തമായി എന്ന് പറയുന്ന കണക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയുകയാണ് സർക്കാർ എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനം. ഈ തീവ്ര ദരിദ്രമല്ലാത്ത സംസ്ഥാനം എന്ന അവകാശവാദം തെറ്റാണ് എന്ന് VD സതീശൻ പറയുന്നു. സർക്കാർ കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയുന്നു. ആരോഗ്യം, വരുമാനം എന്നിവ ഇല്ലാത്തവരെയാണ് അതിദരിദ്രരായി കണക്കാക്കുന്നത്. ഇങ്ങനെ ലക്ഷക്കണക്കിന് പേർ കേരളത്തിലുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് VD സതീശൻ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല ഈ പ്രകടന പത്രികയിൽ പരമദരിദ്രരായ 4.5 ലക്ഷം കുടുംബങ്ങൾ ഉണ്ട് എന്നതാണ്, 4.5 ലക്ഷം പേരുണ്ട് എന്നതാണ് ഈ LDF സർക്കാർ തന്നെ, അല്ലെങ്കിൽ LDF തന്നെ പറഞ്ഞിരുന്നത്. അവർ ഇപ്പോൾ 64,006 പേരെ മാത്രം ദാരിദ്ര്യമുക്തരാക്കിക്കൊണ്ട് എങ്ങനെയാണ് അതിദാരിദ്ര്യം മുക്തമായി കേരളം എന്ന് പറയുന്നത് എന്നതാണ് VD സതീശൻ ചോദിക്കുന്നത്. എന്തായാലും വലിയ വിവാദമായി തന്നെ ഇത് മാറുന്നു. പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല ചില സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വരുന്നു. എന്താണ് ഇതിന്റെ മാനദണ്ഡം എന്നതാണ് പ്രധാനമായും ഇവർ ഉയർത്തുന്ന ചോദ്യം. കേരളത്തിൽ എത്ര പേരുണ്ട്?
പട്ടികവർഗ കുടുംബങ്ങൾ തന്നെ എത്ര പേരുണ്ട്? 2011 സെൻസസ് പ്രകാരം 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി 4.85 ലക്ഷം ആദിവാസികളുണ്ട് കേരളത്തിൽ. ഇവരുടെ ഈ കണക്കിൽ 6400 പേരെ പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഏത് കാറ്റഗറിയിലാണ് പെട്ടിരിക്കുന്നത്? ആദിവാസികളുടെ വിഭാഗത്തിൽ ഈ 4.85 ലക്ഷം പേര് വരുന്ന ആദിവാസികൾ, 1.16 ലക്ഷം കുടുംബങ്ങൾ, അതിലെ 6400 കുടുംബം ഒഴിച്ചുള്ള ബാക്കിയുള്ളവരെല്ലാം സേഫാണോ? വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം, വരുമാനം, ഇക്കാര്യത്തിൽ ബാക്കിയുള്ള കേരളത്തിൽ ജീവിക്കുന്ന ബാക്കി വരുന്ന ഈ 1,10,000-ലധികം വരുന്ന കുടുംബങ്ങൾ സേഫാണോ? ആ കാറ്റഗറിയിലൊന്നും വരില്ല ഇവരാരും. ഒരു മാനദണ്ഡവും ഇല്ലാതെ ഇവരൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റെല്ലാം ക്ലിയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മന്ത്രി എം പി രാജേഷ് പറയുന്നത് ഇതൊരു മഹത്തായ നേട്ടമാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി നാളെ കേരളത്തെ പ്രഖ്യാപിക്കുന്നതിലൂടെ സംസ്ഥാനം തന്നെ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഈ മഹത്തായ നേട്ടം കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു. ഈ നേട്ടത്തിന് പിന്നിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത പ്രവർത്തനം നിർണായകമായിരുന്നു എന്നുകൂടി മന്ത്രി എം പി രാജേഷ് പറയുകയാണ്. ആദ്യ മന്ത്രിസഭാ യോഗം മുതൽ കഴിഞ്ഞ ദിവസം വരെ നടന്നിട്ടുള്ള ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് ഇത് സാധ്യമായിട്ടുള്ളത്. അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും പങ്കും ഉത്തരവാദിത്വവുമുണ്ട്. അതിന്റെ ക്രെഡിറ്റ് അവർക്ക് കൂടി അവകാശപ്പെടുന്നതാണ് എന്ന തരത്തിൽ മിനിസ്റ്റർ ഇത് പറയുന്നു. ഇപ്പോൾ ഉയർന്നിട്ടുള്ള വലിയ വിവാദം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കും മന്ത്രി മറുപടി പറയുന്നുണ്ട്. സർക്കാരിനെ വിമർശിക്കുന്ന സാമ്പത്തിക വിദഗ്ധർ രാഷ്ട്രീയ പ്രചാരവേലയുടെ വക്താക്കളാണ് എന്നതാണ് മന്ത്രി എം പി രാജേഷ് പറയുന്നത്. മാത്രവുമല്ല, ഈ പ്രവർത്തനം സർക്കാർ തുടങ്ങിയത് ആദ്യ മന്ത്രിസഭാ യോഗം മുതലാണ്. അതിന്റെ പൂർത്തീകരണം നടത്തി ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ മാത്രമാണോ ഇത്തരം വിമർശനം ഉന്നയിക്കുന്നതെന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇത് നേരത്തെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നെങ്കിൽ അതുകൂടി പരിഗണിക്കാമായിരുന്നു എന്ന കാര്യം മന്ത്രി എം പി രാജേഷ് പറയുന്നുണ്ട്. അന്ന് ഒന്നും ഉയർത്താത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർത്തുന്നത്. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നാണ് അവകാശവാദം. അതല്ലാതെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നൊരു അവകാശവാദമല്ല തങ്ങൾ നടത്തുന്നത്. അതിദരിദ്രരായ മനുഷ്യരില്ല എന്നതാണ് ഉറപ്പുവരുത്തിയിരിക്കുന്നത് എന്ന കാര്യം പറയുന്നു. അപ്പോൾ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിമർശനങ്ങൾ അത് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ചിലർ മോദിക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി 27 സംസ്ഥാനങ്ങളെ കൂടി അതിദാരിദ്ര്യമുക്തമാക്കിയിട്ട് വേണം മോദി ആ ക്രെഡിറ്റ് അവകാശപ്പെടാനെന്ന് എം പി രാജേഷ് ആ രാഷ്ട്രീയ വിമർശനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള ഇവരുടെ ശ്രമത്തിന് മറുപടിയായി പറയുന്നു. മാത്രവുമല്ല, നേരത്തെ ഒന്നും എതിർപ്പുന്നയിക്കാത്തവർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നു. വിശദ മാർഗരേഖ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയതാണ്. അത് വായിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വിമർശനം ഉന്നയിക്കുന്നവർക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരില്ലായിരുന്നു എന്ന കാര്യം കൂടിയാണ് എം പി രാജേഷ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. വിദഗ്ധരോടും വിനീതമായിട്ട് പറയാനുള്ളത്, ഇതുപോലുള്ള കാര്യങ്ങളെ ഇത്രമാത്രം ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ പാടില്ല. വസ്തുതകൾ മനസ്സിലാക്കി അത് മനസ്സിലാക്കാൻ ശ്രമിച്ച് വേണം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്നത് വളരെ വിനയത്തോടുകൂടി അവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതൊരു പ്രചാരവേലയാക്കുന്നതും അസ്വീകാര്യമാണ്. രാഷ്ട്രീയ പ്രചാരവേലയുടെ വക്താക്കളായി മാറുന്നതും അസ്വീകാര്യമാണ് എന്ന് വിനീതമായിട്ട് ഞാൻ പറയും. അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി അത് AK ആന്റണിയുടെ പദ്ധതിയാണ് എന്ന ചില അവകാശവാദങ്ങൾ ചിലർ ഉന്നയിക്കുന്നുണ്ട്. അതിനെതിരെ KN ബാലഗോപാൽ ധനമന്ത്രി കൂടി രംഗത്തെത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന കാര്യം പോലും താൻ ഇപ്പോഴാണ് അറിയുന്നതെന്നാണ് എം പി രാജേഷ് KN ബാലഗോപാൽ പറയുന്നത്. എല്ലാ പദ്ധതികളും പോലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയും വളരെ സുതാര്യമായാണ് LDF സർക്കാർ നടപ്പാക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് എന്നതാണ് KN ബാലഗോപാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. അങ്ങനെ പദ്ധതി നടപ്പിലാക്കിയിരുന്നു എന്നുള്ളത് ഇപ്പോൾ അറിയുന്നത് നല്ലത്. അതാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്. കാരണം ഇതുവരെ ആരും പറയുന്നത് കേട്ടിട്ടില്ല. പ്രഖ്യാപനം വരുന്നിപ്പോൾ 4 വർഷമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ശ്രമം നടക്കുന്നു. ഞങ്ങളെല്ലാം
കഴിഞ്ഞ നിയമസഭയെ എലക്ട് ചെയ്യപ്പെട്ടിട്ട് ആദ്യത്തെ ക്യാബിനറ്റിൽ മന്ത്രിമാരായ ആദ്യത്തെ ക്യാബിനറ്റിൽ പോകുമ്പോൾ അന്ന് വെച്ചൊരു അജണ്ടയാണ് അതിദാരിദ്ര്യത്തെ സംബന്ധിച്ച് നമ്മൾ പഠനം നടത്തണം, അത് പരിഹരിക്കാനുള്ള നടപടി വേണം. അപ്പോൾ അത് സംബന്ധിച്ചൊരു സർവേ നടന്നു. സർവേ എന്ന് പറഞ്ഞാൽ ഒരു ദീർഘമായ ഒരു സർവേ എടുത്തിട്ടാണ്, 5-6 മാസം എടുത്തിട്ടാണ്, 1 വർഷം വരെ എടുത്തു. ജില്ലാ തലത്തിൽ അതിൻ്റെ പഠനം നടന്നു. ബഡ്ജറ്റ് വന്നപ്പോൾ അതിനകത്ത് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം പഠനം വെച്ചു. ഒന്ന് എം വി ഗോവിന്ദൻ മാഷാണ് വകുപ്പിൻ്റെ മന്ത്രി. അതിനുശേഷം ശ്രീ എം പി രാജേഷ് വന്നു. ഈ സമയത്തൊക്കെ ഓരോ ഘട്ടങ്ങളിലും ബഡ്ജറ്റിൽ തന്നെ പ്രത്യേക പ്രൊവിഷൻ വെച്ചു. അതിദാരിദ്ര്യത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ തന്നെ വിലയിരുത്തൽ തന്നെ പിന്നെ കേരളത്തിൻ്റെ രീതി സങ്കീർണമാണ്. വെറും ഭക്ഷണം കിട്ടുന്ന മാത്രമൊന്നുമല്ല അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പോൾ അതിദരിദ്രർ ഇല്ലാതാകുന്നു എങ്കിൽ അത് യഥാർത്ഥത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അത് പേപ്പറിൽ മാത്രമാകരുത്, യാഥാർത്ഥ്യത്തിൽ വരണം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനമാകരുത്, യഥാർത്ഥത്തിൽ അത് നടപ്പാക്കണം. നമുക്ക് ചുറ്റും നോക്കുമ്പോൾ ദരിദ്രരായ ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷേ മന്ത്രി പറയുന്നത് പോലെ തന്നെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തിട്ടില്ല. അതിദരിദ്രരായ മനുഷ്യരെയാണ് അല്ലെങ്കിൽ അതിദാരിദ്ര്യമാണ് നിർമ്മാർജ്ജനം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ അതൊരു ഘട്ടമാണ്. അത് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മഹത്തായ കാര്യമാണ്. പക്ഷേ ഇവിടെ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം അതിദരിദ്രരായ മനുഷ്യർക്ക് റേഷൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ളവ നടപ്പാക്കുന്നുണ്ട്. AY അന്ത്യോദയ അന്ന യോജന വഴി അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതിയൊക്കെയുണ്ട്. അതിദരിദ്രമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള ഈ ആനുകൂല്യങ്ങൾ മുടങ്ങുമോ? അത് ഈ 64,000 പേരെ അതിദാരിദ്ര്യമുക്തമാക്കി എന്ന് പറയുമ്പോൾ ഈ റേഷൻ ആനുകൂല്യങ്ങൾ പറ്റുന്ന ഏതാണ്ട് 5.5 ലക്ഷത്തിലധികം മനുഷ്യർ സംസ്ഥാനത്തുണ്ട്. അവർക്ക് ആ ആനുകൂല്യം മുടങ്ങുമോ തുടങ്ങിയ പല വിധത്തിലുള്ള സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. നമുക്കറിയാം കേന്ദ്രം എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്താനിരിക്കുകയാണ് നമുക്കുള്ള ആനുകൂല്യങ്ങൾ മുടക്കാൻ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന സംശയവും ആശങ്കകളും ഒരു ഭാഗത്ത് വളരെയധികമുണ്ട്. ഈ കഴിഞ്ഞ മാസം നടന്ന സഭാ സമ്മേളനത്തിൽ പി മാമിക്കുട്ടിയുടെ നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യത്തിന് മന്ത്രി GR അനിൽ നൽകിയ മറുപടിയിൽ സംസ്ഥാനത്ത് 5,91,194 AAY കാർഡുകൾ നിലവിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും മനുഷ്യർ അന്ത്യോദയ അന്ന യോജന വഴി ഈ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്നുണ്ട് റേഷൻ കടകൾ വഴി എന്നതാണ്. അപ്പോൾ അതിദരിദ്രർക്ക് വേണ്ടിയിട്ടുള്ള ആ പദ്ധതിയിൽ അംഗങ്ങളായി അത് ഉപയോഗിക്കുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ 64,006 പേരെ അതിദരിദ്ര പട്ടികയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് അതിദരിദ്രമുക്ത കേരളം എന്ന ഒരു പ്രഖ്യാപനത്തിലേക്ക് എങ്ങനെ എത്തുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട സംശയമുണ്ട്. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറയുമ്പോൾ അതിദരിദ്രരെ അല്ലെങ്കിൽ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറയുമ്പോൾ കിടപ്പാടമില്ലാത്ത മനുഷ്യർ, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിലൂടെ തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ഏത് കാറ്റഗറിയിൽ പെടുന്നവരാണ്? ഇത്തരം ഒരു ക്രെഡിറ്റ് നമ്മൾ അവകാശപ്പെടുമ്പോൾ അവർക്ക് കിട്ടേണ്ടുന്ന അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ പോകുമോ? അതിനൊക്കെയുള്ള പോംവഴികൾ എന്താണ്? യഥാർത്ഥത്തിൽ ഇത്രയും അതിദരിദ്രർ മാത്രമാണോ നമ്മുടെ സംസ്ഥാനത്തുള്ളത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും അതിദരിദ്രർ ഇല്ലാതെ തന്നെ ആകണം നമ്മുടെ നാട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് കടലാസിൽ ഒതുങ്ങരുത്, അത് പ്രവൃത്തിയിൽ ഉണ്ടാകണം. അത് അങ്ങനെ ഒരു ഇല്ലാത്ത ക്രെഡിറ്റാണ് അവകാശപ്പെടുന്നതെങ്കിൽ അതുമൂലം ആർക്കെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ എന്നതിൽ സൂക്ഷ്മമായ പരിശോധനകൾ വേണം, തിരുത്തലുകൾ വേണം. അപ്പോൾ അതൊക്കെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എന്തായാലും വലിയ ഒരു പ്രഖ്യാപനമാണ് നാളെ നടക്കാൻ പോകുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉച്ചസ്ഥായിയിലേക്ക് നീങ്ങുകയാണ്. അവിടെ നിറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്നിപ്പോൾ NDAയുടെ പ്രകടന പത്രിക പുറത്തു വന്നിരിക്കുകയാണ്. പുറംചട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് ഒരു പ്രകടന പത്രിക NDA പുറത്തിറക്കുന്നത്. നമുക്കറിയാം ബീഹാറിനെ സംബന്ധിച്ച് NDAയോടുള്ള മഹാസഖ്യത്തിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന ചോദ്യം നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നതാണ്. അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ഇക്കുറി നിതീഷ് ആയിരിക്കില്ല എന്നതാണ് ഇന്ത്യ സഖ്യം പറയുന്നത്. അപ്പോൾ അവിടെ മോദിയുടെ ചിത്രത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ഒരു പ്രകടന പത്രിക വരുമ്പോൾ എന്താണ് അത് നൽകുന്ന സന്ദേശം എന്ന ചർച്ചകൾ കൂടുതൽ സജീവമാക്കിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണി. ഇനി പ്രകടന പത്രികയിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ എന്ന് നോക്കിയാൽ 1 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നതാണ് ഈ പ്രകടന പത്രിക പറയുന്നത്. നമുക്കറിയാം എല്ലാ കുടുംബത്തിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്ന്. അവിടെയാണ്
ഈ 1 കോടി തൊഴിലവസരങ്ങൾ എന്ന വാഗ്ദാനം പ്രകടന പത്രിക NDAയുടെ പ്രകടന പത്രിക നൽകുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ ഒരുമിച്ച് നിർത്തി ഒരു ഐക്യ കാഹളം ആയിരുന്നു ഇന്നത്തെ ഈ പ്രകടന പത്രികയുടെ ചടങ്ങിൽ നടന്നത്. പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിൽ നടന്നത്. മോദിയുടെ ചിത്രത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള പ്രകടന പത്രികയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. മറ്റു വാഗ്ദാനങ്ങൾ കർഷകർക്കുള്ള ധനസഹായം 9,000 രൂപയാക്കി ഉയർത്തുമെന്നതാണ്. കേന്ദ്രം നൽകുന്ന 6,000 രൂപയ്ക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ 3,000 കൂടി ചേർത്തുകൊണ്ടാണ് ആ സഹായം 9,000 രൂപയായി ഉയർത്തുമെന്ന് പ്രകടന പത്രിക പറയുന്നത്. സ്ത്രീകൾക്ക് 2 ലക്ഷം രൂപ വരെ സംരംഭത്തിന് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രകടന പത്രിക പ്രകാരം സ്ത്രീകളെ ലക്ഷ്യമിടുന്ന പല പ്രഖ്യാപനങ്ങളും ഇതിനോടകം വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ 2 ലക്ഷം രൂപ വരെ സഹായം എന്നത് വരുന്നു. IT പാർക്കുകൾ, വ്യവസായ പാർക്കുകൾ തുടങ്ങും. എല്ലാ ജില്ലകളിലും യുവാക്കളുടെ പരിശീലനത്തിന് നൈപുണ്യ കേന്ദ്രങ്ങൾ എന്ന ഒരു പ്രഖ്യാപനം കൂടിയുണ്ട്. മാത്രവുമല്ല, മത്സ്യത്തൊഴിലാളികൾക്ക് കർഷക തൊഴിലാളികൾക്കും ഉള്ള ആനുകൂല്യങ്ങൾ കൂടി പ്രഖ്യാപിക്കുന്നു. മത്സ്യ കർഷകർക്കുള്ള സഹായം ഇരട്ടിയാക്കിയിരിക്കുകയാണ്. 9,000 രൂപയാക്കി ഉയർത്തുമെന്നതാണ് ഈ പ്രകടന പത്രികയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം. അതിപിന്നാക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് 10 ലക്ഷം വരെ സഹായവും പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രകടന പത്രിക പുറത്തിറങ്ങുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇപ്പോൾ ഈ പുറം ചട്ടയിലെ മോദിയുടെ പടം വലിയ പ്രാമുഖ്യത്തിൽ നൽകിയിരിക്കുന്നതാണ്. ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊരു ചോദ്യം നമ്മൾ അവിടെ ബീഹാറിൽ ഉയർന്നു കേൾക്കുന്നത് കാണാം. ഇന്ത്യ മുന്നണി അത്തരം പ്രചരണങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നിട്ടുണ്ട്. തേജസ്വി എപ്പോഴും നിതീഷിനെ കടന്നാക്രമിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇനി ഒരു തെരഞ്ഞെടുപ്പില്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. BJP നേതാക്കൾ എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവിടെ നിതീഷിന്റെ അവസാന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന കാര്യം തേജസ്വി ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റാളുകൾ വരും എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ ഇത് ഇന്ത്യ മുന്നണി ഒരു പ്രധാനപ്പെട്ട ആയുധമാക്കുമ്പോൾ തന്നെയാണ് പ്രകടന പത്രികയിൽ മോദിയുടെ വലിയ ചിത്രം വെച്ചുകൊണ്ട് ഉള്ള പ്രകടന പത്രികയുടെ പുറം ചട്ട തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കൂടി കാണണം. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും ഈ മോദിയുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെത്തി നടത്തിയ റാലികളും അതിൽ പറഞ്ഞ കാര്യങ്ങളും തന്നെയാണ് പ്രധാനമായും ചർച്ചാ വിഷയമാകുന്നത്. ഈ പ്രചരണത്തിലുടനീളം മോദിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയും മറ്റും നൽകിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണിയും മുന്നോട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട ഏറ്റുമുട്ടൽ ഈ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അവിടെയാണ് ഇന്ന് ബീഹാറിൽ ഇന്ത്യ മുന്നണിയുടെ പ്രചരണത്തിനായി എത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രധാനമന്ത്രി ഉയർത്തിയ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടി അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രധാനമന്ത്രിക്ക് നൽകുന്നത്. ബീഹാറിൽ നിന്നുള്ളവരെ തമിഴ്നാട്ടിൽ ഉപദ്രവിക്കുന്നു എന്നായിരുന്നു മോദി നടത്തിയ പ്രസംഗത്തിലെ ആരോപണം. ഈ ആരോപണത്തിനാണ് MK സ്റ്റാലിൻ ശക്തമായ ഭാഷയിൽ മറുപടി നൽകുന്നത്. ഛഠ് പൂജയെ കോൺഗ്രസ് അപമാനിച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളും ഈ റാലിയിൽ നരേന്ദ്രമോദി നടത്തിയിരുന്നു. അതിനും ഉള്ള മറുപടി നൽകുന്നു. അങ്ങനെ ഈ മോദി പറഞ്ഞ കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ബീഹാറിൽ ഏറ്റവും കൂടുതൽ ശക്തമായി നിൽക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ മോദിയോട് ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് പ്രധാനമന്ത്രി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, മുഴുവൻ ഇന്ത്യയുടെയും പ്രധാനമന്ത്രിയാണ് എന്ന കാര്യം ഓർക്കണം. അക്കാര്യം താങ്കളെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നതിൽ തനിക്ക് വേദനയുണ്ട് എന്നതാണ് MK സ്റ്റാലിൻ പറഞ്ഞത്. വോട്ടിനു വേണ്ടി ഒഡീഷയിലും ബീഹാറിലും തമിഴ്നാടിനെ കുറിച്ച് വെറുപ്പ് പ്രചരിപ്പിക്കുന്നു മോദി എന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. BJPക്ക് തമിഴരോടുള്ള വെറുപ്പിനെ അപലപിക്കുന്നു. ജനക്ഷേമത്തിൽ ആകണം മോദി ശ്രദ്ധിക്കേണ്ടത്. മോദിയുടെ പ്രസംഗത്തിന്റെ വീഡിയോ ഉൾപ്പെടെ പുറത്തു വിട്ടുകൊണ്ടാണ് MK സ്റ്റാലിൻ ഇക്കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. അപ്പോൾ മോദിക്കുള്ള അതിരൂക്ഷമായ വിമർശനം ആണ് MK സ്റ്റാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ബീഹാറിലെ മുസഫർപൂരിലാണ് നരേന്ദ്രമോദി കോൺഗ്രസ് RJD സഖ്യം ഛഠ് പൂജയെ അപമാനിച്ചു എന്നൊരു ആരോപണം നടത്തുന്നത്. അതിനെതിരെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ശക്തമായ ഭാഷയിൽ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. വോട്ടിന് വേണ്ടിയാണ് മോദി ഛഠ് പൂജ നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചിരുന്നു. വോട്ട് കിട്ടാനാണെങ്കിൽ മോദി വേണമെങ്കിൽ ഡാൻസ് കളിക്കും എന്ന കാര്യം കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം കൂടി രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോദി എന്ത് പറയുന്നു അതിലൂന്നി അവർ അതിന് ചുട്ട മറുപടി നൽകിക്കൊണ്ടാണ് ഇന്ത്യ സഖ്യവും അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കളം പിടിക്കുന്നത്. രാജ്യത്തിന്റെ ആകെ ആഘോഷമായി ഛഠ് പൂജയെ അപമാനിച്ചവർക്ക് വോട്ടിലൂടെ ജനം മറുപടി നൽകുമെന്നാണ് ഇതിന് മോദി പറഞ്ഞത്. ബീഹാറിലെ ഇത്തവണത്തെ വാർത്ത കോൺഗ്രസിനും RJDക്കും ഇടയിലെ ഭിന്നതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും
വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാക്കുകൾ കൊണ്ടുള്ള ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പ്രധാന വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നരേന്ദ്രമോദി ഉയർത്തുന്ന വാദഗതികളുമായി മാറുന്നു. നമുക്കറിയാം, എല്ലാ പ്രാദേശികമായി നടക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും പ്രധാനമന്ത്രിയെ കളത്തിലിറക്കിയാണ് NDA തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കൊഴുപ്പിക്കുന്നത്. അത് മോദിയും പ്രാദേശിക സഖ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന നിലയിലേക്ക് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെയും ബീഹാറിലും മോദി തന്നെയാണ് NDA പ്രചരണം നയിക്കുന്നത്. ഇപ്പോൾ പ്രകടന പത്രികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രത്തിന് പ്രാമുഖ്യം നൽകി പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ മോദി നേരിട്ട് കളത്തിലിറങ്ങി മോദിയുമായുള്ള ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ എന്ന നിലയിൽ തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് രംഗം ആകെ മാറുന്നത്. ഈ പ്രധാനമന്ത്രി പറഞ്ഞതുൾപ്പെടെയുള്ള വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായ മറുപടി നൽകി ഇന്ത്യ സഖ്യവും മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് 6-നും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് 11-നും ഫലപ്രഖ്യാപനം 14-നും നടക്കാനിരിക്കുകയാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂടുപിടിക്കുകയാണ്. നിതീഷ് കുമാർ ആകുമോ തെരഞ്ഞെടുപ്പിന് ശേഷം ജയിക്കുകയാണെങ്കിൽ NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ സംശയങ്ങൾ ബാക്കി നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും NDA ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിലും യാതൊരു പരാമർശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. ആവർത്തിച്ച് ഇന്ത്യ മുന്നണി ഉയർത്തുന്ന ചോദ്യത്തിൽ സസ്പെൻസ് നിലനിർത്തി തന്നെയാണ് NDA ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് നിതീഷിനേക്കാൾ പ്രാമുഖ്യത്തോടു കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം തന്നെ പ്രാമുഖ്യം നൽകിക്കൊണ്ട് പ്രകടന പത്രിക പുറത്തിറങ്ങുന്നത്. അത് ചില സൂചനകളാണ് എന്നുകൂടി കരുതണം. ഇസ്താംബൂളിൽ നടന്ന ചർച്ചകൾ ഫലം കണ്ടിട്ടില്ല എങ്കിലും വെടിനിർത്തലിലേക്ക് അല്ലെങ്കിൽ വെടിനിർത്തൽ തുടരുന്നതിലേക്ക് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും എത്തിയതാണ്. മേഖലയിൽ ഏത് നിമിഷം വേണമെങ്കിലും സാഹചര്യങ്ങൾ മാറിമറിയാം എന്നതാണ് അഫ്ഗാൻ അതിർത്തിയിലെ ഇപ്പോഴത്തെ സാഹചര്യം. കഴിഞ്ഞ തവണയുണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലിൽ വലിയ അവകാശവാദങ്ങളാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പരസ്പരം ഉന്നയിക്കുന്നത്. ഏതാണ്ട് 58 സൈനികരെ വധിച്ചു എന്ന ഒരു കാര്യം അഫ്ഗാൻ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് അത്രയും നഷ്ടം ഉണ്ടായിട്ടില്ല എന്നതാണ്. പകരം 200ഓളം ജീവനുകൾ എടുക്കാനായി അഫ്ഗാന്റെ എന്നത് പാകിസ്ഥാനും അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലാണ് തുർക്കി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇടപെട്ട് ഒരു വെടിനിർത്തലിലേക്ക് നയിച്ചത്. അതിൽ വെടിനിർത്തൽ തുടരാനുള്ള തീരുമാനം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ആ ചർച്ച ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് വലിയ ആശങ്കയാണ്. വെടിനിർത്തൽ എത്ര നാൾ എന്ന ചോദ്യം നേരത്തെ മുതൽ തന്നെ ഉയരുന്നുണ്ട്. ഏത് നിമിഷവും അത് ഒരു ഏറ്റുമുട്ടലിലേക്ക് നീങ്ങും എന്ന ഘട്ടമാണ്. അപ്പോൾ ഈ ചർച്ച ധാരണയാകാതെ വെടിനിർത്തലിൽ അവസാനിച്ചു എങ്കിൽ പോലും ഇപ്പോൾ പാകിസ്ഥാൻ ശക്തമായ മുന്നറിയിപ്പുമായി അഫ്ഗാനിസ്ഥാൻ രംഗത്ത് വരികയാണ്. വെടിനിർത്തൽ ഒരു ബലഹീനതയായി കാണരുത് എന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ നൽകുന്നത്. തുർക്കിയിലെ ഇസ്താംബൂളിൽ നടന്ന ചർച്ചയിൽ ധാരണയിലെത്താൻ ഇരുപക്ഷവും തയ്യാറാകാതിരിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് തങ്ങളുടെ ബലഹീനതയായി ഇപ്പോഴത്തെ ഈ വെടിനിർത്തലിനെ കാണരുത് എന്ന ഒരു മുന്നറിയിപ്പ് പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാൻ നൽകുന്നത്. അഫ്ഗാനിസ്ഥാന്റെ ക്ഷമയെ ബലഹീനതയായി തെറ്റിദ്ധരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി സിറാജുദ്ദീൻ ഹഖാനിയാണ്. അഫ്ഗാനിസ്ഥാന്റെ ക്ഷമ വീണ്ടും പരീക്ഷിക്കാൻ നിന്നാൽ ചുട്ട മറുപടി നൽകും എന്നും ഹഖാനി മുന്നറിയിപ്പ് നൽകുന്നു. ഞങ്ങളുടെ പ്രദേശം സംരക്ഷിക്കുന്നത് ഞങ്ങളുടെ മുൻഗണനയാണ്. എപ്പോഴെങ്കിലും ചർച്ചയുടെ പാത ഇപ്പോഴും തുറന്നിട്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും ഒരു പ്രകോപനമുണ്ടായാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന് നൽകുന്നത്. ലോകത്തിലെ സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളോട് ഒരുതിയതിന്റെ അഫ്ഗാൻ ചരിത്രം കൂടി പാകിസ്ഥാനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഹഖാനി. ഞങ്ങളുടെ പ്രദേശം പ്രതിരോധിക്കാൻ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല, അതാണ് തങ്ങളുടെ അനുഭവം എന്ന കാര്യം ഹഖാനി ഓർമ്മിപ്പിക്കുകയാണ്. അഫ്ഗാന് ദീർഘദൂര മിസൈലുകളോ കനത്ത ആയുധങ്ങളോ ഇല്ലായിരിക്കാം, പക്ഷേ ഞങ്ങൾ ആക്രമണത്തിന് ചെറുക്കുന്നതിൽ ഒട്ടും പിന്നോട്ടല്ല എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. അതിനുള്ള ദൃഢനിശ്ചയം ഞങ്ങൾക്കുണ്ട് എന്ന കാര്യമാണ് ഹഖാനി പാകിസ്ഥാനെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ, ഞങ്ങളുടെ താല്പര്യത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും എന്ന ഒരു സന്ദേശമാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നൽകുന്നത്. അത് വെറും സന്ദേശം നൽകൽ മാത്രമല്ല, അഫ്ഗാന്റെ ചരിത്രവും സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളോട് അഫ്ഗാൻ എങ്ങനെയാണ് നിലപാടെടുത്തിട്ടുള്ളത് എന്ന കാര്യവും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പാകിസ്ഥാന് ഹഖാനി ഈ ഒരു
കറുത്ത മറുപടി നൽകുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഹഖാനി ഇക്കാര്യങ്ങൾ പറയുന്നത്. തുർക്കിയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലാണ് ഈ സമാധാന ചർച്ചകൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇരുപക്ഷവും അവരുടെ അവകാശവാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. IS ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നത്, അവർക്ക് അഭയം നൽകുന്നത് പാകിസ്ഥാനാണ് എന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം അഫ്ഗാൻ ഉന്നയിക്കുന്നുണ്ട്. അവരെ സംരക്ഷിച്ചുകൊണ്ടാണ് അഫ്ഗാൻ താലിബാനെതിരെ പാകിസ്ഥാൻ യുദ്ധം നടത്തുന്നത് എന്നതാണ് അഫ്ഗാനിസ്ഥാന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇത് അംഗീകരിക്കാനാകില്ല എന്നതാണ് അഫ്ഗാൻ സ്വീകരിക്കുന്ന നിലപാട്. ഈ പ്രകോപനം തുടരുകയാണ് എങ്കിൽ കനത്ത തിരിച്ചടി എന്നതാണ് അഫ്ഗാൻ ഇപ്പോഴും എത്തിയിരിക്കുന്ന നിലപാട്. അത് പാകിസ്ഥാനെ ആവർത്തിച്ചോർമ്മിപ്പിക്കുകയാണ് അഫ്ഗാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഇസ്താംബൂളിലെ ചർച്ച പരാജയപ്പെട്ടത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുണ്ടായ വെടിനിർത്തൽ ധാരണയെയും ബാധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും എന്നതാണ് ഇപ്പോഴത്തെ ഈ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാകേണ്ടത്. അഫ്ഗാനിസ്ഥാൻ സമാധാനം ആഗ്രഹിക്കുന്നു എന്നതാണ് പറയുന്നത്. വെടിനിർത്തലിന് പ്രതിജ്ഞാബദ്ധമാണ്, തങ്ങൾ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്, പക്ഷേ പ്രകോപനം തുടർന്നാൽ ശക്തമായ തിരിച്ചടി എന്നതാണ്. നേരത്തെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഉൾപ്പെടെയുള്ളവർ ചില പ്രകോപനപരമായ പ്രസ്താവനകളുമായി രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഹഖാനി ഇത്തരം ഒരു സന്ദേശം പാകിസ്ഥാന് നൽകുന്നത്. കരാറിലെത്താൻ സാധിക്കാതിരുന്നാൽ അതിനർത്ഥം യുദ്ധമാണ് എന്നും അത് തങ്ങൾ പിന്നോട്ട് പോകില്ല എന്നുമാണ് പാകിസ്ഥാൻ സൂചിപ്പിച്ചിരുന്നത്. ഖാജ ആസിഫ് ഉൾപ്പെടെയുള്ളവർ അത്തരം സന്ദേശം നൽകുന്നതിനാണ് ഇപ്പോൾ അഫ്ഗാൻ തുറന്ന ഭാഷയിൽ മറുപടി നൽകുന്നത്. അഫ്ഗാന്റെ വിദേശകാര്യ മന്ത്രി ഇന്ത്യ സന്ദർശിക്കുകയും ഇവിടെ ഒരു ഊഷ്മളമായ ബന്ധം ഉടലെടുക്കുകയും ചെയ്യുന്നത് പാകിസ്ഥാനെ വലിയ രീതിയിൽ വിറളി പിടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരം ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെ ഉണ്ടാകുന്നത് എന്നത് കൂടി നമ്മൾ കാണണം. എന്തായാലും തുർക്കിയുടെയും ഖത്തറിന്റെയും നേതൃത്വത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുകയാണ്. തുടർ ചർച്ചകൾ നവംബർ 6 നടത്താനുള്ള തീരുമാനമുണ്ട്. പക്ഷേ അതിനു മുൻപ് വെടിനിർത്തൽ അവസാനിക്കുമോ, കൂടുതൽ ആക്രമണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് പോലും പറയാൻ കഴിയാത്ത സാഹചര്യം മേഖലയിൽ ഉടലെടുത്തിട്ടുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും തുർക്കിയും ഖത്തറും ഈ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. വെടിനിർത്തൽ തുടർന്നു കൊണ്ടുപോയി ഒരു സമാധാന ചർച്ചകൾ തുടരുക, അത് ഒരു തീരുമാനത്തിലേക്കും ധാരണയിലും എത്തിക്കുക എന്നതാണ് ഇരു രാഷ്ട്രങ്ങളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ധാരണകൾ ഉരുത്തിരിഞ്ഞിട്ടില്ല എങ്കിൽ പോലും വെടിനിർത്തൽ തുടരാനുള്ള സന്നദ്ധത ഇരു രാഷ്ട്രങ്ങളും പ്രകടിപ്പിക്കുന്നു എന്നത് മാത്രമാണ് ഏക ആശ്വാസം. നമുക്കായാലും മേഖലയിൽ മറ്റൊരു യുദ്ധമോ ഏറ്റുമുട്ടലോ ഉണ്ടാകുന്നത് ഇന്ത്യയും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ എന്നതാണ് പാകിസ്ഥാൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇവിടെ വരികയും ചർച്ചകൾ നടത്തുകയും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അതിർത്തി സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തത് പാകിസ്ഥാൻ വലിയ പ്രകോപനപരമായി തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയാണ് ഈ പ്രശ്നങ്ങൾക്ക്, മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന ഒരു ആരോപണമാണ് പാകിസ്ഥാൻ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വെടിനിർത്തൽ നീണ്ടു പോകുന്നുണ്ട് എങ്കിൽ പോലും ഏത് നിമിഷവും അത് തകർന്നടിയാനുള്ള സാധ്യതയും സാഹചര്യവുമാണ് പാകിസ്ഥാനും അഫ്ഗാനും ഇടയിൽ നിലനിൽക്കുന്നത്. വെടിനിർത്തൽ കരാർ വെടിനിർത്തൽ കരാർ പാലിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നതാണ് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നമുക്കറിയാം, വെടിനിർത്തൽ നിലനിൽക്കുമ്പോൾ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏതാണ്ട് 100ഓളം പേർ മരിക്കുന്ന സാഹചര്യമുണ്ടായി. 40ഓളം കുട്ടികളും 20ഓളം സ്ത്രീകളും മരിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് ഉണ്ടായിട്ടുള്ള വെടിനിർത്തൽ കരാർ നിലവിലിരിക്കുമ്പോൾ പോലും ഇസ്രയേലിന്റെ നരനായാട്ട് ഗസയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇപ്പോഴും ആ ആക്രമണങ്ങൾ ഗസയിൽ തുടരുകയാണ്. ദക്ഷിണ ഗാസയിലെ ഖാൻ യൂനിസിൽ 10 തവണ വ്യോമാക്രമണം ഉണ്ടായി എന്ന വിവരമുണ്ട്. ഈ ഖാൻ യൂനിസ് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന വിവരമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എത്ര പേർ ഇപ്പോഴത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ കൃത്യമായ കണക്കുകൾ പോലുമില്ല. അതേസമയം ആശ്വാസമാകുന്ന ഒരു ഒറ്റ കാര്യം, ബന്ദികളുടെ കൈമാറ്റം വീണ്ടും സാധ്യമാകുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസത്തെ വളരെ രൂക്ഷമായ ആക്രമണങ്ങൾ ഇസ്രയേൽ നടത്തുമ്പോൾ ബന്ദി കൈമാറ്റത്തിൽ നിന്ന് ഹമാസ് പിന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ ബന്ദി കൈമാറ്റം വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. ഈ ആക്രമണങ്ങൾ
ഈ ബന്ദി കൈമാറ്റം നടത്തുന്നില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രയേൽ നടത്തുന്നത്. ഹമാസ് വാക്ക് പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി 13 പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ്, ബന്ദികളുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് ഹമാസ് കൈമാറാനുണ്ടായിരുന്നത്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ 2 പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് കൈമാറിയിട്ടുള്ളത്. പക്ഷേ ഇസ്രയേൽ അവരുടെ ആ വാർത്ത സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം മൃതദേഹ കൈമാറ്റം നടന്നിട്ടുണ്ട്, അതിൻ്റെ ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇത് ബന്ദികളുടേതാണ് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ ആ എണ്ണം പോലും ഔദ്യോഗികമായി അറിയിക്കൂ എന്നതാണ് ഇസ്രയേൽ ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം. കാരണം കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹ അവശിഷ്ടം ഹമാസ് വിട്ടു നൽകിയിരുന്നു. പക്ഷേ അത് 2023 കൊല്ലപ്പെട്ട ഇസ്രയേലി പൗരൻ്റേതാണ് എന്ന് പിന്നീട് പരിശോധനയിൽ കണ്ടെത്തുകയും ഹമാസ് അന്ന് കൈമാറിയ മൃതദേഹത്തിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ കൈമാറിയതെന്ന് ഇസ്രയേൽ കണ്ടെത്തുകയും അത് വലിയ തരത്തിലുള്ള ആരോപണങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യം സ്ഥിരീകരിക്കുകയുള്ളൂ എന്നതാണ് ഇസ്രയേൽ പറയുന്നത്. എന്തായാലും ഇനി അപ്പോൾ 11 മൃതദേഹ അവശിഷ്ടങ്ങൾ കൂടിയാണ് ഹമാസ് കൈമാറാനുള്ളത്. കൂടുതൽ പരിശോധനകൾ ഇതിനാവശ്യമാണ് എന്നതാണ് ഹമാസ് പറയുന്നത്. ഒരു ഹമാസിന്റെ ഭാഗത്തു നിന്ന് അല്പം കൂടി ഈ ആക്രമണങ്ങൾ അതിരൂക്ഷമായി തുടരുമ്പോൾ ഈ മൃതദേഹങ്ങളുടെ കൈമാറ്റം വേഗത്തിലാക്കാനുള്ള ശ്രമം ഹമാസ് ഊർജിതമാക്കിയിട്ടുണ്ട് എന്ന വിവരമാണ് വരുന്നത്. എന്തായാലും 2 മൃതദേഹങ്ങൾ കൂടി കൈമാറിയിരിക്കുകയാണ്. മൃതദേഹങ്ങൾ കൈമാറാനുള്ള വൈകൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു ഹമാസ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രയേൽ വ്യാപകമായുള്ള ആക്രമണങ്ങൾ നടത്തിയത്. അതിന് ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഇസ്രയേൽ സൈനികർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം അത് ഹമാസ് നടത്തിയതാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം നടത്തിയത്. പക്ഷേ ഹമാസ് ഈ ആരോപണം നിഷേധിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോഴും അവിടെ സഹായങ്ങൾ പൂർണ്ണമായും എത്തുന്നില്ല, അതിർത്തി പൂർണ്ണമായും തുറന്നുകൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തോട് നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് എത്തിയ തങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ എന്താണ് എന്നത് ഗസയിൽ തിരികെ എത്തിയവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം രൂക്ഷമായ സാഹചര്യങ്ങളിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. എന്തായാലും അമേരിക്ക ഒപ്പം തന്നെ തുർക്കിയും ഈ സാഹചര്യങ്ങളൊക്കെ അതിസൂക്ഷ്മമായി വിലയിരുത്തുകയാണ്. വെടിനിർത്തൽ തുടർന്നു കൊണ്ടുപോകുന്നതിനുള്ളതും ഒപ്പം തന്നെ സമാധാന കരാറിലെ 2ാം ഘട്ട ചർച്ചകൾ ആരംഭിക്കുന്നതിനും വേണ്ടിയുള്ള നടപടികൾ അവർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. വെടിനിർത്തൽ തുടരാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന കാര്യം ഇസ്രയേൽ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും അവർ ആക്രമണം നടത്തുകയാണ്. ഈ വ്യോമാക്രമണങ്ങൾ ഒരു തരത്തിലും കുറയ്ക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്തായാലും ഖത്തറും അമേരിക്കയിലും സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഖത്തർ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് സമാധാനം നിലനിർത്താൻ ഊർജിതമായ ശ്രമങ്ങൾ നടത്തണമെന്ന കാര്യം പരസ്പരം സംസാരിക്കുകയും അതിലൊരു ധാരണയിലെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. 13 മൃതദേഹങ്ങൾ കൂടിയാണ് ഇസ്രയേലിന് കൈമാറാനുള്ളത്. അതുകൂടി കൈമാറുകയാണെങ്കിൽ 2ാം ഘട്ട ചർച്ചകൾ പുനരാരംഭിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഇസ്രയേൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നെതന്യാഹു നൽകിയിരുന്ന സന്ദേശം പൂർണ്ണമായും ആക്രമണത്തിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതായിരുന്നു. വെടിനിർത്തൽ കരാർ ഏത് നിമിഷവും തകരും എന്ന തരത്തിലുള്ള സൂചനകളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്നത്. വെടിനിർത്തൽ തങ്ങൾ പാലിക്കും എന്ന് പറയുമ്പോൾ പോലും വലിയ ആക്രമണങ്ങൾക്ക് ഇസ്രയേൽ തയ്യാറെടുക്കുന്നതായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതിന് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഉണ്ട് എന്ന കാര്യം കൂടി നമ്മൾ കാണണം. സൈനികരെ ആക്രമിച്ചാൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യും എന്ന കാര്യം, അതിന് ഇസ്രയേലിന് അവകാശമുണ്ട് എന്ന കാര്യം ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും കരാർ നിലവിലുണ്ട് എന്നത് മാത്രമാണ് ആശ്വാസം. അവിടുത്തെ ആക്രമണങ്ങൾക്ക് കുറവില്ല. ഇപ്പോഴും വ്യോമാക്രമണങ്ങൾ ഇസ്രയേൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 മൃതദേഹങ്ങൾ കൂടി ഹമാസ് വിട്ടു നൽകിയിരിക്കുന്നു. ഇനി 11 മൃതദേഹങ്ങളാണ് വിട്ടു നൽകാൻ ഉള്ളത്. നമ്മുടെ ഫോക്കസ് വാർത്തകൾക്ക് ശേഷം നമുക്ക് ഇനി നമ്മുടെ സെഗ്മെന്റിലേക്ക് പോകാം, സായന സവാരിയിലേക്ക്. ഇനി നമ്മൾ പോകുന്നത് തലസ്ഥാനത്തെ ഒരു സായന കാഴ്ചയിലേക്കാണ്. സായനത്തിൽ മാത്രമല്ല കേട്ടോ, നമുക്കൊക്കെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണണമെങ്കിൽ വാഗമണിലോ വയനാട്ടിലോ ഒക്കെ പോകേണ്ടുന്ന സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ന്യൂസ് 18 ഓഫീസ് നിൽക്കുന്നതിന് ഏതാണ്ട് 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് ആക്കുളത്തേക്ക് പോയാൽ മതി, ഞങ്ങൾക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാം. അത്രയ്ക്ക് അടുത്ത് ഗ്ലാസ് ബ്രിഡ്ജ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഏകദേശം പൂർത്തിയാക്കിയതാണ്. ചില അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വന്നു. ഇപ്പോൾ പൊതുജനങ്ങൾക്കായി ആ ഗ്ലാസ് ബ്രിഡ്ജ് തുറന്നു കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഓഫീസ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ എനിക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ പോകാം. വെറും 5 മിനിറ്റ് മാത്രം മതി. അത്രയും മാത്രം അകലത്തേക്ക് ഒരു സായന യാത്രയ്ക്ക് പോയിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചെത്താം.
സാരംഗാണ് ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാനായി ടൂറിസം വകുപ്പിന് കീഴിലെ സംസ്ഥാനത്തെ ആദ്യത്തെ കണ്ണാടി പാലമാണിത്. ആക്കുളം കായലിലൂടെയുള്ള മനോഹര കാഴ്ചകൾ കാണാൻ കഴിയുന്ന തരത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം. 70 അടി ഉയരവും 52 മീറ്റർ നീളവുമുള്ള പാലം 1.25 കോടി ചിലവഴിച്ചാണ് നിർമ്മിച്ചത്. മുതിർന്നവർക്ക് 200 രൂപയും കുട്ടികൾക്ക് 150 രൂപയുമാണ് പ്രവേശന ഫീസ്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിന് മുകളിൽ നിന്ന് തുടങ്ങുന്ന ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ സന്ദർശകർക്ക് താഴെ വ്യോമസേനയുടെ മ്യൂസിയം അടക്കമുള്ള കാഴ്ചകൾ ആസ്വദിക്കാനാകും. വൈകുന്നേരങ്ങളിൽ ഇവിടേക്കെത്തുന്നവർക്ക് സൂര്യാസ്തമയവും ആസ്വദിക്കാൻ കഴിയും. Very nice experience. The Glass Bridge, Air Force Museum, all overall very nice experience. Everybody should visit it. We are from Gujarat and in Trivandrum this Glass Bridge very good must visit place. തിരുവനന്തപുരം DTPCയുമായി സഹകരിച്ച് വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്റർപ്രൈസസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കണ്ണാടിപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. വൈബ്കോസിന് കീഴിലെ യുവ സംരംഭകരാണ് നിർമ്മാണ ചെലവ് പൂർണ്ണമായും വഹിച്ചത്. കൃത്രിമ മഴ, മൂടൽമഞ്ഞ്, ലൈറ്റുകൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ഒരേ സമയം 20 പേർക്ക് കയറാൻ പറ്റുന്ന തരത്തിലാണ് നിർമ്മാണം. സ്കൈ സൈക്ലിംഗ് തുടങ്ങി 10ഓളം ഹൈറോപ്പ് ആക്ടിവിറ്റികൾ, ശീതീകരിച്ച മ്യൂസിക്കൽ ഫൗണ്ടൈൻ, ലേസർ ഷോ തിയേറ്റർ, ഇന്ത്യൻ എയർഫോഴ്സ് മ്യൂസിയം, 12D തിയേറ്റർ, കമ്പ്യൂട്ടർ ഗെയിമിംഗ് സോൺ, ഫിഷ് സ്പാ, കുട്ടികൾക്കായുള്ള സോഫ്റ്റ് പ്ലേ ഏരിയ, ടോയ് ട്രെയിൻ തുടങ്ങിയവ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിലവിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും ആകർഷകമായ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ്. ഗ്ലാസ് ബ്രിഡ്ജിന്റെ വരവോടുകൂടി ഇവിടുത്തെ ആകർഷണീയത ഒന്നും കൂടി വർദ്ധിച്ചിരിക്കുകയാണ്. ആക്കുളം കായലിന്റെ ദൃശ്യമനോഹാരിതയും സൂര്യാസ്തമയമെല്ലാം ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിന്നും ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. അപ്പോൾ വയനാട്ടിലോട്ടൊന്നും പോകണ്ട, ഇനി തിരുവനന്തപുരത്തേക്ക് വന്നാൽ മതി, ആക്കുളത്തേക്ക് വന്നാൽ മതി, ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയതാണ്. അപ്പോഴാണ് ഗ്ലാസിന്റെ ഒരു ഭാഗത്ത് വിള്ളൽ കണ്ടെത്തുന്നത്. പിന്നീട് ചില പഠനങ്ങൾക്ക് ശേഷം ആ ഭാഗം പുനർനിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്കായി ബ്രിഡ്ജ്, ഈ ഗ്ലാസ് ബ്രിഡ്ജ് തുറന്നു കൊടുത്തിരിക്കുന്നത്. നമ്മൾ വാഗമണ്ണിലൊക്കെ നിൽക്കുന്ന ഒരു അനുഭൂതി കിട്ടും അവിടെ നിന്നാൽ. അങ്ങനെ കൃത്രിമ മഴയും മഞ്ഞുമൊക്കെ അവിടെ ലഭ്യമാക്കിക്കൊണ്ടാണ് ആ ടൂറിസ്റ്റ് വില്ലേജിന്റെ പ്രവർത്തനം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. നിർമ്മാണം പൂർത്തീകരിച്ച് ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാണ്. പക്ഷേ ഇവിടെ പോയാൽ എനിക്ക് ഇതിലൊന്നും കയറാൻ പറ്റത്തില്ല, കാരണം ഭയങ്കര പേടിയാണ് ഹൈറ്റ്. അതുകൊണ്ട് ഈ സാഹസികത ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ഉണ്ടെങ്കിൽ, കേൾക്കുകയാണെങ്കിൽ അവർക്ക് ആക്കുളത്തേക്ക് സ്വാഗതം. എല്ലാവരും വരിക. അപ്പോൾ ന്യൂസ് 18ലേക്കും വരിക. ന്യൂസ് 18ന്റെ ഓഫീസിന്റെ വളരെ അടുത്താണ് ഈ ആക്കുളം ബ്രിഡ്ജ് ഉള്ളത്. അപ്പോൾ എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. സാരംഗ് സുധാകരന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. നമ്മളുടെ സമയം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.